ഹായ് ഹലോ ലേൺ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. വേറെ ഒന്നുമല്ല, നിങ്ങൾ പുരുഷന്മാർക്ക് അറിയില്ലാത്ത പെൺകുട്ടികളുടെ സ്വഭാവം അല്ലെങ്കിൽ ഫീമെയിൽ സൈക്കോളജിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ സ്വഭാവം അല്ലെങ്കിൽ അവളുടെ രീതികളും കാര്യങ്ങളൊക്കെ അത്യാവശ്യം എല്ലാവർക്കും അറിയായിരിക്കും. എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് അറിയില്ലാത്ത കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് ഉണ്ട്. അത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് വരുന്നത് സൈലൻസ് ആണ്. അതായത് നിങ്ങളുടെ പെൺകുട്ടി നിങ്ങളോട് മിണ്ടാതെ മുഖമൊക്കെ ഇങ്ങനെ കടന്നല് കുത്തിയ പോലെ വീർപ്പിച്ചിരിക്കാറുണ്ടോ? സൈലൻസ് ആയിട്ട്, അതായത് നിങ്ങൾ എന്ത് ചോദിച്ചാലും ഒരു റെസ്പോൺസും ഇല്ല. അതായത് നിങ്ങളുടെ പെൺകുട്ടി ഇങ്ങനെ മിണ്ടാതെ മുഖമൊക്കെ വീർപ്പിച്ചിരിപ്പുണ്ടെങ്കിൽ അതിനർത്ഥം അവൾ നിങ്ങളോട് പിണക്കത്തിലാണ് എന്നതാണ്. ചിലപ്പോൾ നിങ്ങൾ ആ ഒരു പെൺകുട്ടിക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം ചെയ്തതാവാം. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ആ ഒരു പെൺകുട്ടിക്ക് ഇഷ്ടമില്ലാത്ത വേറെ ഏതെങ്കിലും ഒരു പെൺകുട്ടിയോട് മിണ്ടുവോ അങ്ങനെയൊക്കെ ചെയ്തതായിരിക്കും അവൾക്ക് ഇങ്ങനെ ഒരു ദേഷ്യം അല്ലെങ്കിൽ ഒരു വാശി നിങ്ങളോട് തോന്നാനുള്ള കാരണം. ഇങ്ങനെ നിങ്ങളുടെ പെൺകുട്ടി മുഖമൊക്കെ വീർപ്പിച്ചിട്ട് ഒന്നും സംസാരിക്കാതെ ഇരിക്കുന്നുണ്ട് എങ്കിൽ അതൊരു ആയുധം തന്നെയാണ്. എല്ലാ പെൺകുട്ടികളും ഒരു ആയുധമാക്കി കാണുന്നതാണ് ഈ ഒരു സൈലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം അവരെ പോയി സമാധാനിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു സോറി പറയുക. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ആ ഒരു പെൺകുട്ടി സൈലൻ്റ് ആയിട്ട് മുഖമൊക്കെ വീർപ്പിച്ച് ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. രണ്ടാമത്തെ ഫീമെയിൽ സൈക്കോളജി ആയിട്ട് വരുന്നത് വേറെ ഒന്നുമല്ല, നിങ്ങൾ ആൺകുട്ടികൾ പുറകെ നടക്കുന്ന എല്ലാ പെൺകുട്ടികളും മാക്സിമം എൻജോയ് ചെയ്യാറുണ്ട്. അതായത് നിങ്ങൾ ആൺകുട്ടികൾക്ക് ഏതെങ്കിലും ഒരു പെൺകുട്ടീനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അവളെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറകെ നടക്കും. ആദ്യമേയൊക്കെ അവളത് കണ്ടില്ല അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത രീതിയിൽ കാണിക്കും. പക്ഷേ അവൾക്കറിയാം നിങ്ങൾ പുറകെ നടക്കുന്ന കാര്യം അവൾക്കറിയുകയും ചെയ്യാം. അവൾക്കത് മാക്സിമം, അതായത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. അവൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാറും ഉണ്ട്. എന്നാൽ ഈ ഒരു കാര്യം അവൾ അവളുടെ ഫ്രണ്ട്സിനോട് പറയുക, നിങ്ങളെ കൊണ്ട് ആകെ മടുത്തു, നിങ്ങളെ കൊണ്ട് ഭയങ്കര ശല്യമാണ്, എപ്പോഴും നിങ്ങളിങ്ങനെ പുറകെ നടക്കുകയാണ്, അവൾക്കൊരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, പഠിക്കാൻ പോലും പറ്റുന്നില്ല, നിങ്ങളോട് പലതവണ പറഞ്ഞു ഇങ്ങനെ പുറകെ നടക്കരുത്, എന്നിരുന്നാലും നിങ്ങൾ പുറകെ നടക്കുകയാണ് എന്നൊക്കെ ആയിരിക്കും അവൾ അവളുടെ ഫ്രണ്ട്സിനോട് പറയുക. പക്ഷേ ഉള്ളിൽ അവളത് എൻജോയ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഏകദേശം 90% പെൺകുട്ടികളും ഇതേപോലെയുള്ളവരാണ്. ഇനി മൂന്നാമത്തെ സൈക്കോളജി എന്താണെന്ന് നോക്കാം. മൂന്നാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, അവരെ അംഗീകരിക്കുന്ന ഒരു ആൺകുട്ടിയായിരിക്കണം നിങ്ങൾ. അതായത് നിങ്ങൾ നിങ്ങളുടെ പെൺകുട്ടിയോട് വഴക്കുണ്ടാക്കി, അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടി നിങ്ങളോടും വഴക്കുണ്ടാക്കി, ലാസ്റ്റ് കോംപ്രമൈസ് ചെയ്യുമ്പോൾ നിങ്ങളായിരിക്കണം എല്ലാ തെറ്റും ചെയ്തത്. അവളെല്ലാം ചെയ്തത് ശരിയായിരിക്കണം, അതായത് നിങ്ങളത് അംഗീകരിക്കണം. അവൾ പറഞ്ഞതാണ് ശരി, നിങ്ങൾ അങ്ങനെ താഴ്ന്നു കൊടുക്കണം എന്നാണ് എല്ലാ പെൺകുട്ടികളും ആഗ്രഹിക്കുന്നത്. നിങ്ങളിങ്ങനെ താഴ്ന്നൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവൾക്കത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യവുമാണ്. അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ എല്ലാ ഗേൾസും പ്രതീക്ഷിക്കാറുണ്ട്. എന്നിരുന്നാലും അവർ പറയും എനിക്ക് ഗിഫ്റ്റൊന്നും വേണ്ട, എനിക്ക് നിൻ്റെ സ്നേഹം മതി എന്നൊക്കെ പറയും. എന്നിരുന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ അവരെല്ലാവരും ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കാറുമുണ്ട്. ഇനി നാലാമത്തെ സൈക്കോളജി എന്താണെന്ന് നോക്കാം. നാലാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ഇമോഷണലാണ്. അതായത് നിങ്ങൾ ഒരിക്കലെങ്കിലും നിങ്ങളുടെ ആ ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ വെച്ചിട്ട് ഒന്ന് കരയുകയോ അല്ലെങ്കിൽ വിഷമിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം അവൾ പിന്നെ ഒരിക്കലും മറക്കത്തില്ല. എന്നും ആ ഒരു കാര്യം അവളുടെ മനസ്സിൽ ഉണ്ടാവും. പിന്നെ നിങ്ങൾ അങ്ങനെ വിഷമിച്ചിട്ടുണ്ട് എങ്കിൽ ആ ഒരു കാര്യം ഓർത്തിട്ട് അവളും വിഷമിക്കും. എന്നിട്ട് ആ ഒരു വിഷമത്തിനൊരു സൊല്യൂഷൻ അവളെ കൊണ്ട് പറ്റുന്നതാണ് എങ്കിൽ അവളത് നോക്കി കണ്ടുപിടിക്കുകയും നിങ്ങളെ അത് വെച്ചിട്ട് ഹെൽപ്പ് ചെയ്യാറും ഒക്കെ ശ്രമിക്കും. അതായത് നിങ്ങൾക്കൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ അവൾ തപ്പിയെടുക്കും. എന്നിട്ട് അത് വെച്ചിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ അവൾ ചിന്തിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ വെച്ച് കരഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കരഞ്ഞ കാര്യം ഒന്നും ഒരിക്കലും അവൾ മറക്കത്തില്ല എന്നാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ നാലാമത്തെ സൈക്കോളജി. ഇനി അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. അഞ്ചാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, വഴക്കിട്ടാലും അതായത് നിങ്ങൾ സോറി പറയണം. അതായത് നിങ്ങൾ ചെന്നിട്ട് നിങ്ങളുടെ പെൺകുട്ടിയോട് സോറി പറയണം. നിങ്ങളായിട്ടോ അല്ലെങ്കിൽ അവളായിട്ടോ എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും നിങ്ങൾ വേണം എപ്പോഴും താഴ്ന്നു കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ അവൾ ഒരിക്കലും നിങ്ങളുടെ അടുത്ത് താഴ്ന്നു തരും എന്ന് ആരും വിചാരിക്കേണ്ട. നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് സോറി പറയുന്നതാണ് ആ ഒരു പെൺകുട്ടിക്ക് ഏറ്റവും വലിയ സന്തോഷം. അതായത് അവളിപ്പം വഴക്കുണ്ടാക്കിയാലും അല്ലെങ്കിൽ നിങ്ങൾ അവളോട് വഴക്കുണ്ടാക്കിയാലും ഇപ്പം അവളുടെ സൈഡിലാണ് തെറ്റ്.
അവൾ ചെയ്തതാണ് തെറ്റ്. എന്നിരുന്നാൽ പോലും നിങ്ങൾ ആൺകുട്ടികൾ ചെന്നിട്ട് അങ്ങോട്ട് സോറി പറയണം എന്നാണ് എല്ലാ പെൺകുട്ടികളും ആഗ്രഹിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് അവര് മാക്സിമം അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. അതായത് മിണ്ടാതിരിക്കുക, നിങ്ങളുടെ നമ്പറൊക്കെ ബ്ലോക്ക് ചെയ്യുക, അവരെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ കാര്യങ്ങളൊക്കെ അവർ ചെയ്യും. കാരണം നിങ്ങൾ അവരുടെ പുറകെ പോയിട്ട് അവരോട് സോറി പറയണം. അവർ പ്രശ്നമുണ്ടാക്കിയതാണെങ്കിൽ പോലും നിങ്ങൾ താഴ്ന്നു കൊടുക്കണം. ഇതാണ് എല്ലാ പെൺകുട്ടികളും ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അതിന് വേണ്ടിയിട്ട് അവർ എന്തും ചെയ്യും. അതായത് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ബ്ലോക്ക് ആക്കുക, പിണക്കം കാണിക്കുക, മിണ്ടാതിരിക്കുക, കണ്ടിട്ടും കാണാത്ത പോലെ നടക്കുക, ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോഴത്തേക്കും നിങ്ങൾ ആൺകുട്ടികൾക്ക് എന്താണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിലൊരു വിഷമം ഉണ്ടാവും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? അവരുടെ സൈഡിലാണ് തെറ്റ് എങ്കിൽ പോലും നിങ്ങൾ ചെന്നിട്ട് അവരോട് സോറി പറയും. ഇത് കിട്ടാൻ അല്ലെങ്കിൽ ഇത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പെൺകുട്ടി ഈ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. നിങ്ങളൊന്ന് സോറി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓക്കെയാണ്, ഒരു പ്രശ്നമില്ല. പിന്നെ അവൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും, പഴയതുപോലെ തന്നെ നിങ്ങളോട് സംസാരിക്കും. അപ്പോൾ ഇന്ന് ഈ പറഞ്ഞ 5 സൈക്കോളജി ഒക്കെ എല്ലാവർക്കും ഇതിനു മുമ്പ് അറിയായിരുന്നു, അത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോക്ക് ലൈക്കും കൂടി ചെയ്യണേ. അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു കിടിലൻ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.